ഹലോ ഗൈസ്, നമുക്കിന്ന് റേഷനരി വെച്ചിട്ട് പുട്ട് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. അപ്പം അതിനു മുമ്പായിട്ട് എൻ്റെ സൂപ്പർ സിമി എന്നുള്ള ചാനൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക കേട്ടോ. നിങ്ങൾ തമ്മിൽ ഷെയർ ചെയ്ത് കൊടുക്കണേ, എങ്കിൽ മാത്രമേ എൻ്റെ ചാനൽ ആളുകളിലേക്ക് എത്തുള്ളൂ. ഞാൻ അത്ര പബ്ലിക്കായിട്ടുള്ള ആളല്ലല്ലോ. അപ്പോൾ നിങ്ങളുടെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മറ്റുള്ള ആളുകളിലേക്കും കൂടി എത്താൻ പറ്റുള്ളൂ. അപ്പം നിങ്ങളുടേതായ ഫ്രണ്ട്സ് ഗ്രൂപ്പുകൾ, ഫാമിലി ഗ്രൂപ്പുകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവരിലേക്കൊക്കെ ഒന്ന് എൻ്റെ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം നമുക്ക് അരി വെച്ചിട്ട്, പച്ചരി അല്ല, അല്ലാതെ ചുമന്നരി ആവാം, വെളുത്തരിയും ആവാം, അരി വെള്ളത്തിൽ കുതിർത്തി നമ്മളെങ്ങനെ പുട്ടുണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. വരൂ കൂട്ടുകാരെ. ഞാനിന്ന് നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്, നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരി ഉണ്ടല്ലോ, നല്ല സോഫ്റ്റായിട്ടുള്ള ചോറ് വെക്കുന്ന അരി, പച്ചരിയല്ല, ചോറ് വെക്കുന്ന അരി. അതിനെ നമുക്ക് വെള്ളത്തിൽ കുതിർത്തിയിട്ടിട്ട് പുട്ടുണ്ടാക്കാം. മിക്സിയിൽ പൊടിച്ചെടുത്തിട്ട് നല്ല പട്ടുപോലെ സോഫ്റ്റായിരിക്കും. പച്ചരിക്ക് ഉണ്ടാക്കുന്ന പോലെ അല്ല, നല്ല ടേസ്റ്റുമാണ്. നല്ല പീരയൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പം വളരെ സോഫ്റ്റായിട്ടുള്ള പുട്ട് കിട്ടും കേട്ടോ. അപ്പം എല്ലാവരും അത് ചെയ്യണം. ഇത് ഒത്തിരി പേർക്ക് അറിയാവുന്നതാണ്, എന്നാലും അറിയാൻ പാടില്ലാത്ത ആളുകൾ അത് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം നമ്മൾ എപ്പോഴും നമുക്കങ്ങനെ ചെയ്യാനും അത് കഴിക്കാനുമുള്ള ഇഷ്ടം ഉണ്ടാവും. അപ്പം ഞാനത് എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പം ആദ്യം ഞാൻ ഇത്രയും അരി എടുത്തിട്ടുണ്ട്. അതിനെ നമുക്ക് ആദ്യം കുതിരാനായിട്ട് വെള്ളമൊഴിച്ച് വെക്കാം. കുഞ്ഞുമാറ് എന്താ, അവൾ അപ്പോഴേക്ക് ഓടി എത്തിക്കഴിഞ്ഞു. അവളുടെ ഫുഡ് കഴുകാനെടുത്തെന്ന് ഓർത്താ ഉണ്ടോ. നമുക്ക് നന്നായിട്ട് കുതിരാനായിട്ട് വെക്കാം. ഇനി ഇത് ഒരു 1-2 മണിക്കൂർ ഇതിൽ തന്നെ ഇരുന്നോട്ടെ. 2 മണിക്കൂർ വേണമെന്നില്ല കേട്ടോ, ഒരു മണിക്കൂർ വെച്ചാലും മതി. അല്ല, അധികം കുതിർന്നു കഴിഞ്ഞാൽ വെള്ളം കൂടുതലുണ്ടാവില്ലേ. അപ്പം 1 മണിക്കൂറൊന്ന് കുതിർത്താൻ വെക്കാം. ഇച്ചിരി വെള്ളം മതി. നമുക്ക് അരി കഴുകിയെടുക്കാം, കഴുകി വാരാം. ഓക്കെ, നന്നായി കഴുകിയെടുക്കണം കേട്ടോ. നല്ലപോലെ കുതിർന്നതാണെങ്കിൽ നമ്മൾ പൊടിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കും അതിൽ വെള്ളം ചേർക്കേണ്ടി വരില്ല. ഇത് നന്നായിട്ട് വെള്ളം കുടിച്ചിട്ടുണ്ടാവും.
കുതിർത്തി എടുക്കുന്നുണ്ടേ. നമുക്കിത് ഒരു മൂടി വെച്ച് വാർത്ത് വെക്കാം. നല്ലത് ഈ മൂടിയാണ് എടുത്തിരിക്കുന്നത്. അതിനെ ഈ 2 ക്ലിപ്പ് കൊണ്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് വെച്ചിട്ട് ഉണ്ടോ, നമുക്കിതിനെ ഇങ്ങോട്ട് ഇങ്ങനെ സൈഡിലായിട്ട് ഇങ്ങനെ, അപ്പോൾ ഈ വെള്ളം ഇങ്ങനെ പൊക്കോളും, കൂടുതലുള്ള വെള്ളം പൊക്കോളും. അങ്ങനെ അത് വാർത്ത് അവിടെ ഇരിക്കട്ടെ. ഇത് വാർത്ത വെള്ളം പോയ ശേഷം നമുക്ക് അടുത്ത കാര്യം ചെയ്യാം. അരി കുതിർന്നത് വാർത്ത് വെച്ചത് എടുത്ത് നമുക്കിനി മിക്സിയിൽ അത് പൊടിച്ചെടുക്കാം. ഇത് ഭയങ്കര ഫൈനായിട്ട് പൊടിയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് ആവിയിൽ വേവുന്ന അരിയുമാണ്, പെട്ടെന്ന് ആവിയിൽ ആയിക്കോളും. കണ്ടോ, ഇത്രയും പൊടിഞ്ഞാൽ മതി. കണ്ടോ, ഇത് മതി, ഇത്രയും മതി. സൈഡിലുള്ളതൊക്കെ നമുക്ക് അടുത്ത ഇതിലേക്ക് ഇടാം. കണ്ടോ, നല്ല ഇതായിട്ട് നല്ല പഞ്ഞി പോലെ ഇപ്പോഴേ ഇരിക്കുന്നുണ്ട്. വേറെ വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ. ആ കുതിർന്ന വെള്ളം തന്നെ ഇട്ടാണ് ചെയ്തിരിക്കുന്നത്. വേറെ പുറമേ നിന്ന് വെള്ളമേ ചേർത്തിട്ടില്ല. ഓക്കെ, നമുക്ക് പൊടിച്ച ആ പൊടിയിലേക്ക്, അരിപ്പൊടിയിലേക്ക് ഒരു 1/2 സ്പൂൺ ഉപ്പിടാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പീര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് കുഴയണം കേട്ടോ. ആ പീരയുടെ വെള്ളമൊക്കെ ഉണ്ടല്ലോ, പാല്, തേങ്ങാപ്പാല്, അതൊക്കെ ആ പൊടിയിലേക്ക് മിക്സായി പിടിക്കണം. അപ്പോഴാണ് നല്ലൊരു കുറേ കൂടി ടേസ്റ്റ് കിട്ടും. നനച്ച് നന്നായി കുതിർത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. മിക്സിയിൽ പൊടിക്കാൻ വെക്കുമ്പോഴും വെള്ളം ഒഴിക്കണ്ട. ആ വെള്ളത്തിലിരുന്ന് കുതിർന്ന വെള്ളം മാത്രമേ ഉള്ളൂ. നമ്മളിതിൽ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. അല്ലാതെ തന്നെ അതിന് നനവുണ്ട് കേട്ടോ. വീണ്ടും വെള്ളം ഒഴിച്ചാൽ നമ്മളുടെ കണക്ക് തെറ്റും. കണ്ട, ഇനി നമുക്ക് കുക്കർ അടപ്പത്ത് വെച്ച് ആവി കയറ്റാം. നമുക്ക് സ്റ്റൗ എത്തിക്കാം. സ്റ്റൗ എത്തിച്ചിട്ടുണ്ട്. ഇനി അത് നന്നായി അവിടെ ഇരുന്ന് ആവി വരട്ടെ കേട്ടോ. ആ സമയത്ത് നമുക്ക് കണയിൽ കൂട്ടി നടക്കാം. ആദ്യം പീരിയിടാം.
അത് കഴിഞ്ഞ് പൊടി ഇട്ട് കൊടുക്കാം. വീണ്ടും പീരിയിട്ട് കൊടുക്കാം. വീണ്ടും പൊടിയിട്ട് കൊടുക്കാം. അതിൻ്റെ മീതെ പീരിയിട്ട് കൊടുക്കാം. മൂടാം. ആവി വന്നിട്ടില്ല, അത് വന്നോളും. ഹോളൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്നതാണ്. നമുക്ക് പുട്ടുകണ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അതവിടെ ഇരുന്ന് ആവി വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ചിരട്ടപ്പുട്ടിൻ്റെ കണ നിറക്കാം. ആദ്യം പീരിയിടുക. പൊടിയിടാം. അതിന് മീതെ വീണ്ടും പീരിയിടാം. ഇനി നമുക്ക് അത് ആവി വന്ന ശേഷം അത് വെന്ത് ഇറക്കാൻ നേരത്ത് ഇത് വെച്ച് കൊടുക്കാം. പുട്ടിന് നന്നായിട്ട് ആവി വരുന്നുണ്ട്. അപ്പം ഇത് ഒന്ന് തൊട്ട് നോക്കുക. അടുത്തല്ല, കുറച്ച് അകലെയായിട്ട് ആവിയിൽ നോക്കുക, മണത്ത് നോക്കുക. വെന്ത മണമുണ്ടാവും കേട്ടോ. അപ്പം അത് നോക്കിയിട്ട് നമുക്ക് എടുക്കാം. ഈ കണക്കുട്ട എടുക്കുമ്പോൾ നമുക്കതിലേക്ക് ചിരട്ടപ്പുട്ട് വെക്കാം. കണ്ടോ? നമുക്കിത് ഗ്യാസ് സ്റ്റോവിലേക്ക് കുത്തി വെക്കാം. അപ്പോൾ ആവി പോവില്ല. സോഫ്റ്റ് നന്നായിട്ട് നിൽക്കും. ഇത് സോഫ്റ്റ് ആയിരിക്കും അല്ലേലും ആവി പാത്രത്തിൽ വെച്ചില്ലേലും. എന്നാലും നല്ലൊരു ഫ്രഷ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി ഞാൻ ഇതിൽ വെക്കുന്നതെന്ന് മാത്രം. ചൂടും നിൽക്കുമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഫസ്റ്റ് ആവി പോകണം, എന്നിട്ട് വേണമെങ്കിൽ മൂടാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ വേർപ്പ് വെള്ളം വീഴും കേട്ടോ. ഫസ്റ്റ് ആ ശക്തിയിലുള്ള ആവി അങ്ങ് പോയിട്ട് നമുക്ക് മൂടി വെക്കാം. അപ്പോഴേക്കും നമുക്ക് ഈ കണ നിറക്കാം. അരിപ്പൂട്ടിന് ഒരു ഇത്തിരി കൂടുതൽ നേരം എടുക്കും കേട്ടോ, ഈ വെന്ത മണം കിട്ടാൻ. കാരണം വേവ് കൂടുതലാണല്ലോ. പച്ചരിയിനയിലും ഗോതമ്പിനയിലും ഒക്കെ വേവ് കൂടുതലാണ്. അപ്പം അതുകൊണ്ട് ഒരു പൊടിക്കും കൂടി നേരം എടുക്കും. അത് വിചാരിച്ച് ഒത്തിരി നേരമല്ല, നമുക്ക് ഈ മണം നോക്കിയാൽ മതി അതിന് കറക്റ്റ് അറിയാൻ. അപ്പം മറ്റുള്ളതിന് വരുന്നതിനേക്കാൾ ഒരു ഇത്തിരി ടൈം എടുക്കുന്നുണ്ട് ഇതിന് കേട്ടോ. ഇതിപ്പം ആയിട്ടുണ്ട്, നമുക്ക് എടുക്കാം. അടുത്ത കണക്കൂട്ട് വെക്കാം. അതായിട്ട് നമുക്കിത് കാസ്ട്രോളിലേക്ക് മറിക്കാം. ഇതിലേക്ക് പൊടി നിറക്കാം.
എപ്പോഴും കുക്കറിൽ ഒരു പകുതിയോളം വെള്ളം വെക്കണം കേട്ടോ, പുട്ട് വേവിക്കുമ്പോൾ. പറ്റുന്നത് പേടിക്കണ്ടല്ലോ. ലാസ്റ്റത്തെ പുട്ട് നമുക്ക് എടുക്കാം. സ്റ്റൗ ഓഫ് ചെയ്യാം. കണ്ടോ, നല്ല ആവി പറക്കണ പുട്ട്. ഇനി ഇത് ഈ ഫസ്റ്റ് ഇതിൻ്റെ ആ ശക്തിയായ ആവി അങ്ങ് പോയ ശേഷം നമുക്ക് ഇതിൻ്റെ മൂടി വെച്ച് മൂടാം. അപ്പോൾ വേർപ്പുകൾ അങ്ങനെ അധികം വീണ് അടിവശം കേടാവില്ല. നാളെ വൈകിട്ട് വരെ ഇരിക്കും, ഒരു കേടും വരാതെ. അല്ലാന്നുണ്ടെങ്കിൽ വേർപ്പ് ഇതിൽ തട്ടി വെള്ളം അതിലേക്ക് തന്നെ വീഴും. നാളെ ഒരു വൈകിട്ട് ഉച്ച കഴിയുമ്പോഴൊക്കെ അടിവശം, ഈ കാസ്ട്രോളിൻ്റെ അടിവശം ഉണ്ടല്ലോ താഴത്തെ, ആ ഭാഗത്ത് വീണ്ടിരിക്കുന്ന പൊടിയൊക്കെ ചീത്തയാവാൻ തുടങ്ങും. ഇപ്പോൾ ഫസ്റ്റ് ആവി കളഞ്ഞ് വെക്കുവാണെങ്കിൽ ഒരു കേടുണ്ടാവില്ല. പ്രഷറിലുള്ള ആവി അങ്ങ് പോയിട്ട് നമുക്കിതിട്ട് മൂടി വെക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ പുട്ടിന് വേണ്ടിയിട്ട് നമുക്ക് കറി ഉണ്ടാക്കാം. എനിക്ക് വേണ്ടി ഞാൻ പപ്പടത്തിൻ്റെ കറിയും ഹസ്ബൻഡിനും മോനും വേണ്ടിയിട്ട് മുട്ടക്കറിയുമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് കാണിച്ചു തരാം കേട്ടോ. തേങ്ങ നന്നായിട്ട് വാട്ടി മിക്സിയിൽ അടിച്ചെടുക്കാനായിട്ട് ഞാൻ തേങ്ങ ചിരവി എടുത്തതുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ട സാധനങ്ങൾ: വെളുത്തുള്ളി, ഇഞ്ചി, ഇത് ചതച്ചിടാം. കണ്ടോ, ഞാൻ ഇത്രയും ഇഞ്ചിയും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. മുട്ടക്കറിക്കും പപ്പടക്കറിക്കും കൂടി ഒന്നിച്ചാണ് ഇതിൻ്റെ ഗ്രേവി ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത്. ഇത് നമുക്ക് ഇടികല്ലിൽ ഇടിച്ചെടുക്കാം. ഞാൻ കുറച്ച് കുരുമുളക് പൊടിച്ചത് അതിലുണ്ട്, അത് കൂട്ടി ചേർത്താണ് ഞാൻ പൊടിക്കുന്നത് കേട്ടോ. കുരുമുളക് എല്ലാത്തിനും നല്ലതാണല്ലോ. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അതിലിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചമുളക് അരിഞ്ഞെടുക്കാം. തേങ്ങ വാട്ടാനായതുകൊണ്ടേ പച്ചമുളകും എല്ലാം മതി കിടന്ന് നന്നായി വാടട്ടെ. അപ്പോൾ ആ ഗ്രേവിക്ക് നല്ലൊരു എരിവും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അത് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വേപ്പില ചേർക്കാം. വേപ്പില, സവാള അരിഞ്ഞ് ചേർക്കാം. അതിന് നേരിയതായിട്ട് അരിയണമെന്നില്ല കേട്ടോ. വാട്ടി മിക്സിയിൽ അടിയാനുള്ളതാണല്ലോ. ഇത് നമുക്ക് ചട്ടിയിലേക്ക് ഇടാം. ഞാൻ 2 കറിക്കും വേണ്ടിയിട്ട് ഓരോ പകുതി സവാളകൾ മാറ്റി വെച്ചിട്ടുണ്ട് താളിക്കാനായിട്ട് കേട്ടോ. പീര വാട്ടാനുള്ളതിലേക്ക് ഇനി ചേർക്കേണ്ടത് കറിയാമ്പ്, കുരുമുളക്,
ജാതിപത്രി, തക്കോലം, പിന്നെ ഉലുവ കേട്ടോ. ഒരിച്ചിരി ജീരകം, ചെറുജീരകം അതും കൂടി ചേർക്കാം. ഒരു പിഞ്ചിൻ്റെ പകുതി മതി. എന്ന് വെച്ചാൽ കൂടുതലായ ആ ഇതിൻ്റെ ടേസ്റ്റ് മുമ്പ് നിൽക്കും. അതറിയാത്ത വിധത്തിൽ പൊടിക്ക് കുറച്ച് ചേർത്താൽ മതി കേട്ടോ. നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ചല്ല കേട്ടോ, അത് 3/4 സ്പൂണോളം ഉണ്ട്, ചേർത്ത് കൊടുക്കാം. ഏലക്ക പൊളിച്ചെടുത്തതും കൂടി ചേർത്ത് കൊടുക്കാം. സ്റ്റൗ കത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ചെറിയ ഇടത്തരം തീയിൽ വെച്ചിട്ട് വാട്ടിയെടുക്കാം നന്നായിട്ട് കേട്ടോ. നന്നായിട്ട് തീ കൂട്ടി വെച്ചാൽ വല്ലാണ്ട് മൂത്ത് പോവും, ചട്ടിയുടെ അടിക്കൊക്കെ പിടിക്കും കേട്ടോ. അപ്പോൾ ഒരു ഇടത്തരം തീയാണെങ്കിൽ പ്രശ്നമില്ല, കുറഞ്ഞിരുന്നാലും പ്രശ്നമില്ല. കൂടരുത്, കൂടിക്കഴിഞ്ഞാൽ ചട്ടിയുടെ അടിക്ക് പിടിക്കും. ഫ്രൈ പാനാണെങ്കിൽ പ്രശ്നമില്ല. ഓക്കെ, ഇളക്കി കൊടുത്ത് അത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. മൊരിയണ്ട, മൂത്താൽ മതി. കണ്ടോ, ഇത്രയും നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി ഇത് ആ ചൂട് പോകാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ചൂട് പോയ ശേഷം നമുക്ക് മിക്സിയിൽ അത് അടിച്ച് പേസ്റ്റാക്കി എടുക്കാം. മിക്സിയിൽ ഇട്ടിട്ടുണ്ട്. നമുക്കതിലേക്ക് തിളപ്പിച്ചാറിയ വെള്ളം ചേർക്കാം. പച്ചവെള്ളം ചേർക്കരുത് കേട്ടോ, പച്ചവെള്ളം ചേർത്താൽ ടേസ്റ്റ് കുറയും. അത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം. ഞാൻ അതാണ് ഇപ്പോൾ അങ്ങനെ, അതുകൊണ്ട് ഇപ്പോൾ ഉണ്ടാക്കുന്ന കറികളൊക്കെ എൻ്റെ നല്ല ചെറുപ്രായത്തിൽ കേട്ടോ, അപ്പം പച്ചവെള്ളമൊക്കെ ചേർത്തിരുന്നു. ആ സമയത്തൊക്കെ എപ്പോഴും കംപ്ലൈൻറ്റുകളാണ്. ഇപ്പം ചൂടുവെള്ളം ആറിയ വെള്ളം ചേർക്കാൻ തുടങ്ങിയപ്പോഴേക്കും കറിക്കൊക്കെ ടേസ്റ്റ് പറയുന്നുണ്ട് കേട്ടോ. അതിൻ്റെ വ്യത്യാസം നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും അത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും തിളപ്പിച്ചാറിയ വെള്ളം ഉപയോഗിക്കുക. കറിക്കിടാനായിട്ട് കഴുകുമ്പോഴല്ലാതെ വേറെ കറിക്കായിട്ട് നമ്മൾ എക്സ്ട്രാ ചേർക്കുന്ന വെള്ളങ്ങളെല്ലാം തിളപ്പിച്ചാറിയ വെള്ളം ഉപയോഗിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതനുസരിച്ച് ടേസ്റ്റ് കിട്ടുകയും ചെയ്യും. കണ്ടോ, പേസ്റ്റാക്കി നല്ല പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. സ്റ്റൗ കത്തിച്ച് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് ചട്ടി നന്നായൊന്ന് ചൂടാവട്ടെ. ചട്ടിയുടെ വെള്ളമെല്ലാം വറ്റിയ ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാവട്ടെ. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല ഇപ്പോൾ, കാരണം കുറച്ച് സവാളയിലേ ഉള്ളൂ. മറ്റേ തേങ്ങ അടിച്ചതിലും ഒക്കെ ഉപ്പുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് ഞാൻ ലാസ്റ്റ് ഉപ്പ് ചേർക്കും കേട്ടോ. എല്ലാവരും എങ്ങനെ ഉപ്പിടുന്നതനുസരിച്ച് നോക്കി പാകം നോക്കിയിട്ടിട്ട് കേട്ടോ. നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം.
സവാള നന്നായി മൂക്കട്ടെ കേട്ടോ. നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പച്ചമുളകൊക്കെ കുരുമുളകൊക്കെ അതിലടിച്ച് ചേർത്തേക്കുന്നുണ്ട്. ഒത്തിരി മുളക് പൊടി ചേർക്കണമെന്നില്ല കേട്ടോ. എരിവ് കൂടുതൽ വേണ്ട ആളുകൾ കുറച്ച് ചേർത്തോളൂ. അല്ലാത്ത ആളുകൾ അങ്ങനെ പച്ചമുളക് നമ്മൾ അതിലിട്ടിട്ടുണ്ടല്ലോ, അപ്പം ഓരോരുത്തരുടെ ആവശ്യം അനുസരിച്ച് ചേർക്കാം. മുളകിൻ്റെ കാര്യമൊക്കെ അങ്ങനെയാണ്. ഉപ്പ് മാത്രം നമ്മളെപ്പോഴും കറക്റ്റായിരിക്കണം, കൂടി പോകരുത്. ഞാൻ ഉണക്കി വെച്ച മുളകായ ഉണ്ട്, പെട്ടെന്ന് അങ്ങ് മൂത്ത് അതങ്ങ് മൂക്കും. അപ്പം അത് നമ്മൾ അധികം നേരം വഴറ്റുന്നില്ല, പെട്ടെന്ന് തന്നെ പേസ്റ്റ് ചേർക്കുവാണ്. നമ്മൾ തേങ്ങ അടിച്ച് വെച്ച പേസ്റ്റാണിത്. അതിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. കറി നന്നായിട്ട് കുറുകിയിരിക്കും ഇങ്ങനെ വെക്കുമ്പേ. തേങ്ങ അടിച്ച് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ കറി നന്നായിട്ട് കുറുകിയിരിക്കും. കണ്ടോ, അതെല്ലാം ആ പേസ്റ്റ് വെള്ളം ചേർന്ന് ചെയ്യുന്നുണ്ട്. അതിങ്ങനെ കട്ട പോലെ ഉരുണ്ട് വരുന്നത് കണ്ടോ, അതിൻ്റെ പാകമായി വരുന്നുണ്ട്. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിക്കാം. സമയത്ത് തീ കൂട്ടി വെക്കാം കേട്ടോ. വെള്ളം തിളക്കേണ്ട ആവശ്യമുണ്ട്. നമുക്ക് തീ കൂട്ടി വെക്കാം. നന്നായിട്ട് മിക്സ് ആവട്ടെ. ഒരു തക്കാളിയൊക്കെ കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ ഒരു ചെറിയൊരു പുളി രസവും കിട്ടും. പിന്നെ അതൊന്ന് തിളച്ച് പറ്റേ. പോരാത്ത ഉപ്പ് ഇപ്പം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണേ. നമുക്കിതിലേക്ക് ഞാൻ 4 മുട്ട പൊട്ടിച്ചൊഴിച്ച് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർക്കാം. ഇനി നമുക്കിതിനെ അടച്ച് വെച്ച് വേവിക്കാം. മീഡിയം തീയിൽ വെച്ചാൽ മതി കേട്ടോ, കൂടുതൽ തീ വെക്കണ്ട. കണ്ടോ, മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ ഒന്ന് ഞെക്കി നോക്കി കണ്ടോ, കൂടുതൽ നേരം ഇടണ്ട. ഇതതിൻ്റെ പുറമേയുള്ള അതിൽ ഏറ് നിറഞ്ഞേക്കുന്നു എല്ലാം ഇതായിട്ടുണ്ട് കേട്ടോ.
പിന്നെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. പിന്നെ അടുത്ത് നമുക്ക് പപ്പടക്കറി ഉണ്ടാക്കാം. പപ്പടക്കറി ഉണ്ടാക്കുന്നതിനായിട്ട് ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. പപ്പടം വറുത്തെടുക്കുന്ന അതേ വെളിച്ചെണ്ണയിൽ തന്നെയാണ് കേട്ടോ ഞാൻ താളിക്കാനും പോകുന്നത്. ഞാൻ 2 പപ്പടം എടുത്തിട്ടുണ്ട്. എനിക്കൊരാൾക്ക് മാത്രം മതിയല്ലോ. 2 പപ്പടം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആ എണ്ണ ചൂടായ ശേഷം നമുക്ക് അങ്ങോട്ടിടാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. തീ ഒന്ന് കുറക്കാം, അല്ലെങ്കിൽ മുരിഞ്ഞങ്ങ് പോകും. ഇനി പപ്പടം നമുക്ക് അങ്ങോട്ട് ഇടാം. നമുക്ക് പപ്പടം വറുത്തത് കോരി മാറ്റാം. ഇതിലേക്ക് നമുക്ക് സവാള ഇടാം. നന്നായി വഴറ്റി കൊടുക്കാം. പപ്പടത്തിന് ഉപ്പുണ്ടെങ്കിലും നമ്മൾ തേങ്ങയൊക്കെ ചേർക്കുന്നുണ്ടല്ലോ, സവാളയും ഉണ്ട്. അപ്പം കുറച്ച് വെള്ളമൊക്കെ ചേർക്കേണ്ടതാണ്. അപ്പം അതിലായിട്ടൊരു കുറച്ച് ഉപ്പ്. സവാള നന്നായിട്ട് മൂക്കട്ടെ കേട്ടോ. നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാം. പച്ചമുളകൊക്കെ ചേർത്തിട്ടുണ്ട്. ഞാൻ തേങ്ങ അടിച്ചത് ഞാൻ നേരിട്ട് ചേർക്കുവാണ്. തേങ്ങയുടെ പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. അത് നന്നായിട്ട് വാടി വരട്ടെ. അതിൻ്റെ ജലാംശമൊക്കെ വറ്റി നന്നായിട്ട് ഉരുണ്ടുരുണ്ട് വരും. അതുപോലെ വരട്ടെ കേട്ടോ. ഇതിൻ്റെ ജലാംശമെല്ലാം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. തിളപ്പിച്ചാറിയ വെള്ളമാണേ. ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ഇളകട്ടെ. ഈ സമയത്ത് ഉപ്പിൻ്റെ പാകം നോക്കിയിട്ട് ഉപ്പ് ചേർക്കാം കേട്ടോ. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറുത്ത പപ്പടം ഇട്ട് കൊടുക്കാം.
പപ്പടം കുറേ വെള്ളം ഇതിൽ കുടിക്കും കേട്ടോ. വെള്ളം കുറച്ച്, ഞാൻ പുട്ടായതുകൊണ്ട് ഇത്രയും വെള്ളം ചേർത്തതാണ് കേട്ടോ. നിങ്ങൾക്ക് കുറച്ചും കൂടിയൊക്കെ ആ പേസ്റ്റ് കൂടുതലാക്കിയാൽ കുറച്ചും കൂടി കുറുകിയൊക്കെ കിട്ടും. അപ്പോൾ നമുക്ക് ചോറിന് എല്ലാത്തിനും ഇത് ഉപയോഗിക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് കുറച്ചൊന്ന് വെള്ളം പറ്റിട്ട് അതിൽ പപ്പടത്തിന് കിടന്നൊന്ന് അതിൻ്റെ ആ സത്തൊക്കെ ഒന്ന് പപ്പടത്തിലേക്കും പിടിക്കട്ടെ. പപ്പടക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് പുട്ടിൻ്റെ കൂടെ ഒഴിച്ച് കൂട്ടാം. അപ്പം നമ്മളിന്ന് പുട്ടുണ്ടാക്കി, അതിൻ്റെ വേണ്ട മുട്ടക്കറി ഉണ്ടാക്കി, പപ്പടത്തിൻ്റെ കറിയും ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യുക. മറക്കാതെ ചെയ്യണേ. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ. എല്ലാവരും തമ്മിൽ എൻ്റെ ചാനലിൽ എല്ലാവരും തമ്മിൽ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. എങ്കിലേ എല്ലാവർക്കും എൻ്റെ ചാനൽ ഇങ്ങനെ ഒരു ഉണ്ട് എന്ന് ആളുകളിലേക്ക് എത്തുള്ളൂ. അപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യണേ, ഹെൽപ്പ് ചെയ്യണം കേട്ടോ. താങ്ക് യു.